ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അരമരി ഹൈഡ്രോകാർബൺസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അതിൽ ആദ്യമേ നൈട്രേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. കാര്യം ബെൻസീൻ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് ഇലക്ട്രോഫൈൽസ് പെട്ടെന്ന് വരും. അന്നേരം ആദ്യം നോക്കാം നൈട്രേഷൻ നോക്കാം. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ബെൻസീൻ റിങ് നമ്മളൊരു ബെൻസീനെ ഒരു നൈട്രേറ്റ് മിക്സ്ചറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സ്ചറാണ്. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സ്ചറാണ് എന്ത് ഈ നൈട്രേറ്റ് മിക്സ്ചർ എന്ന് പറയുന്ന സാധനം. അതിൽ നമുക്ക് കിട്ടുന്നത് NO2+ ആണ്. ആ NO2+ നമ്മുടെ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യും. എന്നിട്ട് NO2 ആയിട്ട് അതായത് നൈട്രോ ബെൻസീൻ കിട്ടി. അതായത് നൈട്രേഷൻ ബെൻസീൻ നടത്തി കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുന്നത്? നൈട്രോ ബെൻസീൻ ആയിരിക്കും കിട്ടുക. ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം ഞാൻ ഏറ്റവും അവസാനം ജനറലായിട്ട് പറയാം. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം ഹാലജനേഷനാണ്. ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹാലജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. ഞാൻ ബെൻസീൻ റിങ് എടുത്തു, ഹാലജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ഒരു ലൂയിസ് ആസിഡ് എടുക്കുക, ഒന്ന് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ അൺഹൈഡ്രസ് ഫെറക് ക്ലോറൈഡ് അങ്ങനെ വല്ല എടുക്കുക. അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഹാലജനേഷൻ അല്ലേ, ഒരു ഹാലജൻ വന്ന് ഇവിടെ ആഡ് ചെയ്യും Cl. ഇവിടെ ആക്ച്വലി കാർബണും ഒരു ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, ഒരു HCl വെളിയിൽ പോകും. ഓക്കെ അല്ലേ? മിച്ചം ഒരു Cl ഉണ്ട്, ആ Cl ആണ് ഇവിടെ കയറുന്നത്. എന്നിട്ട് നമുക്ക് എന്താ കിട്ടി? ക്ലോറോ ബെൻസീൻ കിട്ടി. ബ്രോമിനാണ് എടുക്കുന്നെങ്കിൽ ബ്രോമോ ബെൻസീൻ കിട്ടും. അതാണ് സംഭവം. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സൾഫണേഷനാണ്. സൾഫണേഷൻ അത് നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ബെൻസീൻ റിങ് എടുക്കുക, എന്നിട്ട് ഒന്നേ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒലിയായിട്ട് ട്രീറ്റ് ചെയ്യുക, H2SO7 അതുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിങ്ങിലോട്ട് SO3H ആഡ് ചെയ്യും. ഈ സാധനത്തിനെ വിളിക്കുന്നവരാണ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. അന്നേരം ബെൻസീന് സൾഫണേഷൻ നടത്തി കഴിഞ്ഞാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷനാണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് ക്രാഫ്റ്റിൻ്റെ രണ്ട് റിയാക്ഷൻ ഉണ്ട്. ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. നമുക്ക് ആദ്യമേ ആൽക്കൈലേഷൻ നോക്കാം. അത് സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ബെൻസീൻ എടുക്കുന്നു, ആൽക്കൈൽ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഇല്ല. അതിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കാർബൺ ഹൈഡ്രജൻ, ഒരു HCl വെളിയിൽ പോകും. എന്നിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ അറ്റാച്ച് ചെയ്യും. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. മനസ്സിലായല്ലോ? HCl വെളിയിൽ പോയി ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അന്നേരം ഇപ്പം നമ്മൾ CH3Cl ആണ് എടുക്കുന്നെങ്കിലോ ഇവിടെ എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. അതായത് ടോളുവിനെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ റിയാക്ഷനെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഫ്രീഡൽ ക്രാഫ്റ്റിൻ്റെ തന്നെ അസൈലേഷൻ. നമ്മൾ ബെൻസീൻ റിങ് ഒരു ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ RCOCl. ഉദാഹരണത്തിന് CH3COCl നോക്കി, ഒരു CH3COCl ട്രീറ്റ് ചെയ്യും. അന്നേരം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജന് Cl ആയിട്ട് വിളിക്കും, HCl വിളിക്കും. മിച്ച COCH3 ഉണ്ടല്ലോ, COCH3 ഓക്കെ. ഇത്തരം ഒരു കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. ഇനി ഇവിടെ 6 ആയിരുന്നെങ്കിലോ CO6 വന്നേനെ. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തത്, ഇനി ആസിഡ് ക്ലോറൈഡ് തന്നെ വേണമെന്നില്ല. ഇപ്പം ആസിഡ് അൺഹൈഡ്രൈഡ് ആണെങ്കിലും മതി, RCOO ആണെങ്കിലും മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു എന്തെടുക്കുന്നു? ബെൻസീൻ റിങ്ങിന് എടുക്കുന്നു. ബെൻസീൻ ഇവിടെ ഹൈഡ്രജൻ ഞാൻ ചുമ്മാ കാണിക്കുന്നുള്ളൂ. ഒരു ആസിഡ് ആൻഹൈഡ്രൈഡ് എടുക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ അസറ്റിക് ആൻഹൈഡ്രൈഡ്. ഇവിടെ നോക്കുവാണെങ്കിൽ CH3 അസറ്റിക് ആൻഹൈഡ്രൈഡ് CH3CO2 അല്ലേ? പകരം CH3CO
ഒരു ഓക്സിജൻ, പിന്നെ CH3 CO CH3 ഇങ്ങനെയാണല്ലോ വരുന്നത്. 2 CH3 CO പിന്നെ നടുക്കൊരു ഓക്സിജൻ. അന്നേരം ഇവിടെ ആദ്യം സംഭവിക്കുന്നത് ഈ ഹൈഡ്രജൻ ഇയാളുമായിട്ട് ചേരും. CH3 COO അല്ലേ, അന്നേരം CH3 COOH ആയിട്ട് മാറും. പിന്നെ മിച്ചം ഉണ്ടല്ലോ CH3 CO ഉണ്ട്, ആ സാധനം അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. CO CH3 ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അന്നേരം അതാണ് ഫ്രൈഡക്രാഫ്റ്റ് അസൈലേഷൻ. അതായത് അസൈൽ ഗ്രൂപ്പ്, അതായത് CO CH3 അല്ലെങ്കിൽ COR ഗ്രൂപ്പ് വന്ന് അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അതാണ് സംഭവം. ഇനി അടുത്തത് നമ്മൾ ഹാലോജനേഷൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പം ക്ലോറിനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് ലൈക്ക് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അന്നേരം ഇവിടെ എക്സസ് ക്ലോറിൻ ആണെങ്കിൽ എല്ലായിടത്തും വന്ന ക്ലോറിൻ വന്ന് അറ്റാച്ച് ചെയ്യും. എല്ലായിടത്തും ക്ലോറിൻ വരും. ഓക്കെ, ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഹെക്സാ ക്ലോറോ ബെൻസീൻ. ഹെക്സാ ക്ലോറോ ബെൻസീൻ. ഇലക്ട്രോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം ഞാൻ ഏറ്റവും അവസാനം പറയാം. ഇനി അഡീഷണൽ റിയാക്ഷൻ രണ്ടെണ്ണം കൂടി പറയണം. അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആ മെക്കാനിസത്തിലോട്ട് പോകും. അഡീഷണൽ റിയാക്ഷൻ, ബെൻസീനിലോട്ട് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടക്കുക. ഹൈഡ്രോജൻ പ്രോസസ് ഓഫ് നിക്കൽ പലേഡിയം പ്ലാറ്റിനം. അന്നേരം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിലുള്ള ഡബിൾ ബോണ്ട് എല്ലാം പൊട്ടിട്ട് സിംഗിൾ ബോണ്ട് ആവും. അന്നേരം നമുക്ക് കിട്ടുന്ന സാധനം എന്താ, സൈക്ലോ ഹെക്സൈൻ ആയിരിക്കും കിട്ടുക. ഇനി ഹാലോജനേഷൻ നടത്തുന്നു ഇൻ പ്രോസസ് ഓഫ് UV ലൈറ്റ്. UV ലൈറ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനം അഡീഷണൽ റിയാക്ഷൻ അല്ലേ, അന്നേരം ഡബിൾ ബോണ്ട് എല്ലാം പൊട്ടും സിംഗിൾ ബോണ്ട് ആവും, എല്ലായിടത്തും ക്ലോറിൻ വരും. ഈ സാധനത്തിനെ വിളിക്കുന്ന പേര് ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് എന്നാണ്. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് അഥവാ BHC. ഓക്കെ അല്ലേ? ഇനി അതല്ലാതെ ഹെക്സാ ക്ലോറോ ബെൻസീൻ അല്ല കിട്ടുന്നത്, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മെക്കാനിസമാണ് നമുക്ക് നോക്കാനുള്ളത്. എങ്ങനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? അന്നേരം ആദ്യമേ ഇലക്ട്രോഫൈൽ ഉണ്ടാകും, ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ നടക്കും, അഥവാ ഇലക്ട്രോഫൈലിൻ്റെ ഫോർമേഷൻ നടക്കും. പിന്നെ കാർബോക്കേറ്റോൺ ഉണ്ടാകും, കാർബോക്കേറ്റോൺ. മൂന്നാമത് ഡീപ്രോട്ടോണേഷൻ നടക്കും, ഡീപ്രോട്ടോണേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ആദ്യമേ ഇലക്ട്രോഫൈൽ ഫോർമേഷൻ അല്ലേ, അതെങ്ങനെ നടക്കുന്നത് നോക്കാം. ഇപ്പം ഹാലോജനേഷൻ ആണെങ്കിൽ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലേ, ക്ലോറിൻ Cl2 ഇങ്ങനെ എഴുതാമല്ലോ, പ്ലസ് അലുമിനിയം ക്ലോറൈഡ് വരുന്നു. ഇത് ഹെട്രോലിറ്റിക് ഫിഷൻ നടക്കും. Cl+ ആവും, Cl- ആവും. Cl- ഇങ്ങോട്ട് കയറും, അന്നേരം AlCl4- ആവും, പ്ലസ് Cl+. ഈ Cl+ ആണ് ആക്ച്വലി എന്ത്, അവിടുത്തെ ഇലക്ട്രോഫൈൽ. ഇനി നമ്മുടെ ഫ്രീഡക്രാഫ്റ്റ് ആൽക്കലേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെയും ആൽക്കൽ ഹാലൈഡ് ഉണ്ട്, അലുമിനിയം ക്ലോറൈഡ് ഉണ്ട്, അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ഉണ്ട്, അലുമിനിയം ക്ലോറൈഡ് ഉണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഹെട്രോലിറ്റിക് ഫിഷൻ നടക്കും. Cl- ആവും, Cl- ഇവിടെ കയറും, ഇവിടെ R+ ആവും. ഓക്കെ, ഈ R+ ആണ് എന്ത്, അവിടുത്തെ ഇലക്ട്രോഫൈൽ. ഒരു R+ കിട്ടും, AlCl4- കിട്ടും. ഇവിടെ അതേപോലെ തന്നെ RCO+ അല്ലേ, ഇവിടെ അല്ലേ സ്പ്ലിറ്റ് ചെയ്യുന്നത്. Cl- അങ്ങോട്ട് കയറും, അന്നേരം RCO+ പ്ലസ് AlCl4-. അന്നേരം ഇവിടുത്തെ ഇലക്ട്രോഫൈൽ Cl+, ഇവിടുത്തെ R+, ഇവിടുത്തെ RCO+. ആൽക്കലേഷൻ ആണെങ്കിൽ R+, അസൈലേഷൻ ആണ് RCO+. ഇനി നൈട്രേഷൻ്റെ കേസിൽ വേറൊരു വ്യത്യാസമുണ്ട്. നൈട്രേഷൻ്റെ കേസിൽ ഇലക്ട്രോഫൈൽ ഉണ്ടാകുന്നത്, അവിടെ അലുമിനിയം ക്ലോറൈഡ് ഇല്ല, നൈട്രിക് ആസിഡിൻ്റെ സൾഫ്യൂരിക് ആസിഡിൻ്റെ മിക്സ്ചർ അല്ലേ. ഇവിടെ നിന്നൊരു H+ ആഡ് ഇങ്ങോട്ട് കയറും, അന്നേരം എന്ത് പറ്റും, HNO3+ ആവും. H+ പോയി കഴിഞ്ഞാൽ മിച്ചം HSO4-. എന്നിട്ട് ഇവിടെ നിന്നൊരു വാട്ടർ പോകും, വാട്ടർ എന്ന് H2O അല്ലേ, അന്നേരം നമുക്ക് കിട്ടുന്നത് NO2+ ആണ്. ഓക്കെ, ഇവിടെ HNO3+ സൾഫ്യൂരിക് ആസിഡാണ്, അന്നേരം ഇവിടെ ഒരു H+ വരും. അന്നേരം ഇവിടെ ഹൈഡ്രജൻ എണ്ണം കൂടത്തില്ലേ, ഇവിടെ ഓൾറെഡി ഒരെണ്ണമുണ്ട്, ഒരെണ്ണം ഇവിടെ വരും. അന്നേരം H2NO3+ഉം HSO4- ആണ് ആക്ച്വലി ഉണ്ടാകുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് H2O വെളിയിൽ പോകും, 2 ഹൈഡ്രജനും പോയി, ഒരു ഓക്സിജനും പോയി, മിച്ചം ഇവിടെ NO2 ആവും, NO2+ ആണ് അവിടുത്തെ ഇലക്ട്രോഫൈൽ. ഓക്കെ ആയല്ലോ. ഇവിടെ നിന്ന് H+ ആഡ് വരുന്നു, ഒരു ഹൈഡ്രജൻ കയറുന്നു, അന്നേരം H2 ആയി, പിന്നെ ഒരു പോസിറ്റീവ് ചാർജും വരുന്നു. ഓക്കെ,
അങ്ങനെ ഇലക്ട്രോഫൈലിലും ഉണ്ടായി. നൈട്രേഷൻ്റെ അകത്താണെങ്കിൽ ഇലക്ട്രോഫൈൽ Na2+ ആണ്. ഇനി ഇലക്ട്രോഫൈൽ ഉണ്ടായി. ഞാൻ ഇലക്ട്രോഫൈലിന് ജനറലി E+ എന്ന് കാണിക്കുക. E+. അതായത് നോക്കേണ്ട കേസ്, ബെൻസീൻ റിങ്ങിലോട്ട് ഇലക്ട്രോഫൈൽ വരുന്നു. ഇലക്ട്രോഫൈൽ വരുവാണെങ്കിൽ ഇപ്പുറത്ത് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ആദ്യം ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്തു, ആ ഇലക്ട്രോഫൈൽ ഇവിടെ കയറുന്നു, അന്നേരം ഇപ്പുറത്തെ കാർബണ് പോസിറ്റീവ് ചാർജ് വരും. അതായത് ഈ കാർബണ് പോസിറ്റീവ് ചാർജ്, അതായത് ഒരു കാർബോകാറ്റയോൺ ഫോർമേഷൻ നടന്നു. ഇനി അടുത്തത് ഇവിടത്തെ ഹൈഡ്രജൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, കാണിച്ചേക്കാം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഡീപ്രോട്ടനേഷൻ നടക്കും, ഒരു H+ പോകും. അങ്ങനെ ആ ഇലക്ട്രോഫൈൽ അവിടെ അറ്റാച്ച് ചെയ്യും. ഇതാണ് മെക്കാനിസം. ആദ്യം ഇലക്ട്രോഫൈൽ ഉണ്ടായി, ഇലക്ട്രോഫൈൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, അന്നേരം കാർബോകാറ്റയോൺ ഫോർമേഷൻ നടക്കുന്നു, പിന്നെ ഇലക്ട്രോഫൈൽ അവിടെ നിന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇത്രയുള്ള സംഭവം. ഇനി രണ്ട് ബെൻസീൻ റിംഗ് റെസൊണൻസ് കാണിക്കാറുണ്ടെന്നൊക്കെ അറിയാമല്ലോ. പിന്നെ രണ്ട് കാര്യങ്ങൾ പറയണം. എന്താണ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, എന്താണ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിലോട്ട് ഇലക്ട്രോൺ കൊടുക്കും. അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. ബെൻസീൻ റിംഗിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ആൾക്ക് ലോൺ പെയർ ഉണ്ടെന്ന് വെച്ചോ. ലോൺ പെയർ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ നേരെ ബെൻസീൻ റിംഗിലോട്ട് കൊടുക്കും. ഓക്കെ, അന്നേരം അത്തരം ഗ്രൂപ്പിനെ വിളിക്കുന്നവരാണ് ആക്ടിവേറ്റിംഗ്. അന്നേരം ആക്ടിവേറ്റിംഗ് ആണെന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കാര്യം നോക്കിയാൽ മതി. ഒന്നെങ്കിൽ ലോൺ പെയർ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതാണ്, അത്തരം ഗ്രൂപ്പാണ് ആക്ടിവേറ്റിംഗ്. ഇനി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കണം. അതായത് അറ്റാച്ച് ചെയ്യുന്ന സ്ഥാനത്തിൽ ഒന്നെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് കാണണം. ഇപ്പോൾ N ഡബിൾ ബോണ്ടോ കോർഡിനേറ്റ് ബോണ്ടോ. നൈട്രോ ഗ്രൂപ്പ് വരണേ ഓക്സിജനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇലക്ട്രോൺ വലിക്കും, ഇവിടെ നിന്ന് ഇലക്ട്രോൺ വലിക്കും. അതായത് അതൊക്കെ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇനി ആൽഡിഹൈഡ് CHO അല്ലേ, അതിന് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ആലോചിക്കണം ഡീആക്ടിവേറ്റിംഗ് ആണ്. അതായത് ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോണെ വലിക്കും. അന്നേരം ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് കൂടണമെങ്കിൽ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കണം. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസിൻ്റെ ടെൻഡൻസി കുറവായിരിക്കും. കാര്യം ഇലക്ട്രോഫൈലിന് വേണ്ട ഇലക്ട്രോണാണ്. ഇവിടെ ഇലക്ട്രോൺ ആവശ്യത്തിന് കൊടുക്കും, ഇവിടെ ഇലക്ട്രോൺ വലിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇലക്ട്രോൺ കൂടുതലുള്ള ഇവിടെ ആയതുകൊണ്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയേഷൻസ് കൂടും. ഇനി ഇതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഓർത്തോയിലും പാരയിലും ആയിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. ഇവിടെ ആണെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ആണെങ്കിൽ മെറ്റയിലായിരിക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓർത്തോ പാര പൊസിഷനിലായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഇലക്ട്രോഫൈൽ വരുന്നത്. ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള രണ്ട് പൊസിഷനാണ് ഓർത്തോ, ഓപ്പോസിറ്റ് പൊസിഷനാണ് പാര, ഇപ്പുറത്തെ രണ്ട് പൊസിഷനാണ് മെറ്റ. ഓക്കെ, തൊട്ടടുത്തുള്ള രണ്ടെണ്ണം ഓർത്തോ, ഓപ്പോസിറ്റ് പാര, ബാക്കി രണ്ടെണ്ണം മെറ്റ. അന്നേരം ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിരിക്കും, മെറ്റ ആണെങ്കിലോ ഡീആക്ടിവേറ്റിംഗ് ആണെങ്കിൽ മെറ്റ ഡയറക്റ്റിംഗ് ആയിരിക്കും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന പോളിസൈക്ലിക് ഹൈഡ്രോകാർബൺസിൻ്റെ കാര്യം. പോളിസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം റിംഗ് കാണും. ഇപ്പം നമ്മുടെ വെച്ച് തന്നെ നാഫ്തലിൻ 1, 2 റിംഗില്ലേ, ആന്ത്രസീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നിലധികം ആരോമാറ്റിക് റിംഗ്സ് ഉണ്ട്. അന്നേരം ആ സൈക്ലിക് റിംഗ്സ് കൂടുതലുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്നവരാണ് പോളിസൈക്ലിക് കോമ്പൗണ്ട്സ്. ഒന്നിലധികം റിംഗ് കാണും. ഈ പോളിസൈക്ലിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർസിനോജൻസ് ആണ്, അതായത് ക്യാൻസർ പ്രൊഡ്യൂസിങ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പടത്തിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്.